ഞാനേ നമ്മുടെ നല്ല പൊരിവെയിലത്തുനിന്നൊക്കെ ഇങ്ങനെ നടന്ന് വന്ന് നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നല്ലൊരു ടണലൊക്കെ കിട്ടി. ടണൽ കിട്ടിയപ്പോൾ ഞാനങ്ങ് കയറിയിരുന്നു. കാരണം നല്ല ഒടുക്കത്തെ ചൂടാണ്. ഇവിടെ പോസ്റ്റൊക്കെ കിട്ടി അങ്ങനെ ചാരിയിരിക്കുക. ഈ പോസ്റ്റ് മറിഞ്ഞ് വീഴുമെന്ന് അറിയില്ല, എങ്കിലും ഇരുന്ന്. ശരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഈ ഭക്ഷണം തിന്നാൻ നടക്കണവനെ എന്തിനാണ് ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് വെറുതെ തെണ്ടിയിരിക്കണമെന്ന്. കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നല്ല ചൂട് കാലത്ത് ഡോക്ടേഴ്സ് ഇപ്പോൾ എപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് നല്ല വെള്ളം കുടിക്കണം. നമുക്കെപ്പോഴും വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫുഡായാലും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു 6 ലിറ്റർ മിനിമം വെള്ളമെങ്കിലും ദിവസം കുടിക്കണം എന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നതായിരിക്കും മനുഷ്യന് നല്ലത് ഈ ചൂടുകാലത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു എപ്പിസോഡ് ഈ വെള്ളങ്ങൾ, അതായത് സർബത്ത്, കുലുക്കി സർബത്ത്, ജ്യൂസ്, കരിമ്പിൻ ജ്യൂസ്, ഇങ്ങനെ പലതരം സംഭവങ്ങൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഇരിക്കുന്ന നമ്മുടെ ഹൈക്കോട്ട് വാക്ക് വേ ആണ്, പുതിയ വാക്ക് വേ ആണ്. ഇത് ഇങ്ങനെ നടക്കാം, നല്ല കാറ്റുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ വെയിലൊക്കെ ഒന്ന് താഴും. അപ്പോൾ ഇവിടെ തന്നെ കുറേ കടകളുണ്ട്, ഇങ്ങനെ കുലുക്ക് സർബത്തായാലും അതിൻ്റെ ഒപ്പം തന്നെ കുടിക്കുന്ന സാധനങ്ങളും അതിൻ്റെ ഒപ്പം വറപൊരികളും അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് കുടിക്കുന്നതിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. എൻ്റെ നേരെ തന്നെ ഒരു കടയുണ്ട്, ആ കടയിൽ ഇങ്ങനെ ചേട്ടന്മാർ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് സർബത്ത്. അപ്പോൾ എന്തായാലും ഈ അങ്ങോട്ട് പോയി നമുക്ക് കുലുക്കി സർബത്ത് കുടിക്കാമല്ലോ അല്ലേ. ബാ അങ്ങോട്ട് പോവാം. ഇവിടെ ധാരാളം കടകളുണ്ട്, അവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ട് നല്ല കടകളുണ്ട്. എവിടെ ആള്? നമസ്കാരം. നമസ്കാരം. വിഷ്ണു. പേരെന്താ? എൻ്റെ പേര് ജിതൻ. നല്ല ചൂടാണല്ലേ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്താണ് ഏറ്റവും കൂടുതൽ പോകുന്നത്? കുലുക്കി സർബത്ത് തന്നെ. കുലുക്കി സർബത്ത് തന്നെ. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഇവിടെ മൊത്തം നല്ല നിറച്ച് കടകളാണ്. അപ്പോൾ അതിലൊന്നും നമ്മൾ കയറി എല്ലാം ട്രൈ ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മുടെ സ്പെഷ്യാലിറ്റീസ്? സ്പെഷ്യലി കുലുക്കി സർബത്ത് തന്നെ. പിന്നെ ഫ്ലേവേഴ്സ് ഉണ്ട്. പൈനാപ്പിൾ ഉണ്ട്, പച്ചമാങ്ങ ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, നെല്ലിക്കയുണ്ട്, പിന്നെ അറേബ്യൻ ഗ്രേപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ കുറേ സംഭവങ്ങളുണ്ട്. ബൂസ്റ്റ് കുലുക്കി സർബത്ത് തന്നെ. അത് കലക്കി. ഇത് എത്ര, അതായത് നമ്മുടെ ഈ ചൂടുള്ള കാലത്ത് മാത്രമാണോ ഈ സർബത്ത്, കുലുക്കി സർബത്ത് അങ്ങനത്തെ ഐറ്റംസ് പോകണോ, അതോ എപ്പോഴും പോകാറുണ്ട്? എപ്പോഴും പോകുന്നുണ്ട്. ഞങ്ങൾ 24 hours അടയ്ക്കാറില്ല. രാത്രി വന്നാലും കുലുക്കി സർബത്ത് ഇവിടെ നിന്ന് കുടിക്കാം. എപ്പോൾ തൊട്ടാണ് നമ്മൾ ഈ കുലുക്കി സർബത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്? ഇത് കുറെ നാളായി കണ്ടുപിടിച്ചിട്ട്. ആരാ കണ്ടുപിടിച്ച്? അല്ല, ആരാ കൊണ്ടുവന്ന്? ഒരു ഷാജിക്കാന്ന് പറഞ്ഞ പുള്ളിയെ കണ്ടുപിടിച്ചു. നമ്മുടെ ബോട്ടിയുടെ പിന്നെ ഫ്ലേവേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചത് ഞങ്ങളാണ്. നിങ്ങളാണ്. ഷാജിക്കായിട്ട് കുലുക്കി സർബത്ത് കണ്ടുപിടിച്ച് അത് ഇങ്ങോട്ട് പകർന്ന് ഇങ്ങനെ ഓരോരുത്തരായിട്ട് അത് എന്താ പറയാ എക്സ്പെരിമെന്റിലൊക്കെ നടത്തി കുറെ സംഭവങ്ങൾ, കുറെ ഫ്ലേവേഴ്സ് ഒക്കെ ആക്കിയല്ലേ. വളരെ നന്നായി. ഇപ്പൊ എത്ര പേരാണ് ഇവിടെ കുലുക്കി ഒരു കടയിൽ? ഇങ്ങനെ നമ്മുടെ കടയിൽ എത്ര പേരാണ് ഒരുമിച്ച് കുലുക്കുന്നത്? ഞങ്ങള് കുറച്ച് പേരുണ്ട്, 3-4 പേരുണ്ട്. എല്ലാവരും കുലുക്കി സർബത്ത്, അതായത് ആ ഒരു പാറ്റേണിലാണ് അടിക്കുന്നത്, അത് വെറുതെ ആണ്? ഇല്ല, കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അടിക്കും. എനിക്ക് പിന്നെ പറഞ്ഞു ഒരു സാധാ കുലുക്കി ഫ്ലേവർ ഒന്നും വേണ്ട. ഫ്ലേവർ നമുക്ക് അടുത്ത് ഞാൻ എന്തായാലും അകത്ത് വരാൻ അടിക്കും. ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് ചാടി അതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ അടുത്തെന്ന് അറിയാലോ. എന്തൊക്കെ നമ്മൾ സിറപ്പ്, ഷുഗർ ഒഴിച്ച് ലെമൺ. അപ്പോൾ ഒരെണ്ണം അതിനകത്ത് ഇടുക? അത് എങ്ങനെ? ഇത് കശകശ? അത് കശകശ നമ്മളെ വെള്ളത്തിലും ഒരു ബാക്ടീരിയൽ ഇതല്ലേ? അല്ല, നമ്മുടെ വെള്ളത്തിലും ഇത് ബോഡി കൂൾ ചെയ്യുന്ന പറയുന്നത്. ബോഡി കൂൾ ആയുർവേദമാണ് സംഭവം. പിന്നെ ഐസ് ഇട്ടു. ഇനി ഷെയ്ക്ക് ചെയ്യുക. ഇനി ഷെയ്ക്ക് ചെയ്യുന്ന ശരിക്കും കുലുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഷെയ്ക്കിങ്ങിലാണുള്ള കാര്യം. ഷെയ്ക്കിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. കറക്കി ഒന്നുകൂടി ഇറങ്ങിയോ? ഇത് എത്ര നാളായിട്ട് കുലുക്കുന്നുണ്ട്? ഞാനിപ്പോ ഒരു 5 കൊല്ലമായിട്ട് കുലുക്കുന്നുണ്ട്. അതിന് മുമ്പ് സംഭവം ഉണ്ട്. 5 കൊല്ലമായിട്ടിരുന്ന് കുലുക്കി എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലേ, എന്തിനാ സ്റ്റോക്ക്? ഇപ്പം നല്ല ക്രൗഡൊക്കെ ഉണ്ട്, ഇവിടെ ചുറ്റിനും കൂടിയൊക്കെ ഉണ്ട്. ഇപ്പം എന്നെ അന്ന് തള്ളി കളഞ്ഞിട്ട് വേണം അവർക്ക് കയറാൻ. നമ്മൾ ഷൂട്ടിനായതുകൊണ്ട് മാറ്റി എങ്ങനെ നിർത്തിയേക്കാണ് കുടിക്കാൻ. നമ്മൾ കുടിക്കുമ്പോഴേ ഇങ്ങനെ ചുണ്ടിലൊക്കെ ഇങ്ങനെ ഐസ് മുട്ടി എന്നാലും നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ സ്ട്രോ ചോദിക്കുമ്പോൾ കൊടുക്കും, അത്രേ ഉള്ളൂ. ഇങ്ങനെ പതുക്കെ കുലുക്കുക, ഒരു പതയും നല്ല ഐസ് എപ്പോഴും ഇങ്ങനെ ഐസ് കട്ട ഇങ്ങനെ പൊന്തി കിടക്കും. നല്ല കുളിർമ, നമുക്ക് ഈ വഴി അറിയാൻ പറ്റും എങ്ങോട്ടൊക്കെ പോകണ്ടെന്ന്. ഈ ചൂടത്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ബെസ്റ്റാണ്. മൂത്രമൊഴിച്ച് കളയാം, പക്ഷേ അത് നമ്മുടെ ബോഡിയിലെ വേസ്റ്റൊക്കെ ടോക്സിൻസ് ഒക്കെ പോകണമല്ലോ. അപ്പോൾ നന്നായിട്ട് വെള്ളം കയറണം. അപ്പോൾ നമുക്ക് വേറെ വെറൈറ്റി, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റി പിന്നെ പൈനാപ്പിൾ മുളകൊക്കെ ഇട്ടിട്ട് പൈനാപ്പിൾ ചില്ലി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പൈനാപ്പിൾ ചില്ലിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ പതുക്കെ കുലുക്കി സർബത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രൊഡ്യൂസർ എൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ടും പോയി. അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ കടയിൽ ഇങ്ങനെ മാടി വിളിക്കുന്നത് നിറച്ച് കുലുക്കി സർബത്താണ്. നല്ല തണുപ്പാണ് അല്ലേ,
രസമാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്പെഷ്യാലിറ്റി പൈനാപ്പിൾ ചില്ലി. ശരിയാ. ഇതിനകത്ത് മെയിനായിട്ട് സിറപ്പ് വരും. ഈ സിറപ്പ് നിങ്ങൾ വെള്ളം, നമ്മൾ സർവത്ത് വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, സാധാരണ സർവത്തിന് വെള്ളം ഒഴിക്കും. ഇതിപ്പോൾ എന്താ? ഇത് ഷുഗർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വെള്ളം ഒഴിക്കത്തേ ഇല്ല. ഇല്ല. കുളി സർവത്ത്. ലെമൺ ഇട്ടു. ഇനി പൈനാപ്പിൾ അടിക്കും. ഇവിടെ പൈനാപ്പിൾ പൈനാപ്പിൾ ജ്യൂസ് ആക്കുമല്ലേ? ജ്യൂസായിട്ട് അടിച്ചത്. പൈനാപ്പിൾ ജ്യൂസ് ആക്കിയാണ് അടിക്കണേ. നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ആക്കി അങ്ങനെ അടിച്ച് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു. ഇനി കസ്കസ് ഇടും. ഇനി ഒരു മുളക് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇടും. അപ്പോൾ ഈ മുളക് ഇടുന്ന എന്താ ഫ്ലേവർ ആണോ അതോ നമുക്ക് ചൂടിനൊക്കെ നല്ലതാണോ? ചെറിയൊരു എരിവ് കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു ഗ്യാസ് ഒക്കെ പോകുന്നുണ്ട്. ഒരു തരി ഉപ്പിടും. ഇച്ചിരി ഉപ്പിടും അല്ലേ? അതാണ് ഈ പൈനാപ്പിൾ ചില്ലിൽ 2 സർവത്ത് കൊടുത്തോളൂ. ചില്ലി പൈനാപ്പിൾ ചില്ലിൽ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഇട്ടു സിറപ്പിനകത്ത്. പിന്നെ കസ്കസ് ഇട്ട് അതിൻ്റെ ഒപ്പം മുളക് മുറിച്ചിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടു. ഇത്ര കുളിക്കണം, പക്ഷെ കുടിക്കുമ്പോൾ അറിയാം. വേണ്ട അതൊന്നും വേണ്ട. കാരണം നമ്മുടെ മുളകിൻ്റെ ആ അരിയും എല്ലാം പൊക്കത്ത് കിടക്കണം. ഈ ചുണ്ടിൽ ചെറിയ എരിവ് കിട്ടും, നാവിലും ചെറിയ എരിവ് കിട്ടും. പക്ഷെ ആ തണുപ്പുള്ള മറ്റേ നമ്മുടെ ജ്യൂസ് അങ്ങോട്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതാണ് സംഭവം. മൊത്തത്തിലൊക്കെ ഭരവിച്ചു. അടിപൊളിയാണ്. അപ്പം എന്താ, ഞാൻ 2 കുലിസറത്തെ പ്രത്യേകം അവിടെ നിന്ന് ആ ചേട്ടൻ മാടി വിളിക്കണേ. ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് വരാം, പരിഭവം വേണ്ട. അതിന് മുമ്പ് നമ്മൾ ഇപ്പം ഈ ഒരു ചൂട് കാലത്ത് ഇപ്പം ഇങ്ങനെ നല്ല മൂവിങ് ഉണ്ട്. മഴക്കാലത്തൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും? മഴക്കാലത്ത് ഞങ്ങൾക്ക് കുഴപ്പമില്ല. നമുക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആളുണ്ടാവും. അങ്ങനെ മഴ വന്നോട്ടെ, ഞങ്ങൾക്ക് സെയിലിന് കുറവൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ പോകുന്നത്. ഇതേപോലെ തന്നെയാണോ അതോ കുറവാണോ കൂടുതലാണോ? കുറച്ച് ആൾ കുറവുണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷേ ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുന്ന പോലെ തന്നെ മഴയത്തൊക്കെ വന്നെ സുഖമാണ് അല്ലേ? നൈറ്റ് നല്ല കച്ചവടം ഉണ്ട്. നൈറ്റ് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പോൾ മഴ പെയ്യാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ ചൂടും കൂടി ഹ്യൂമിഡിറ്റിയും കൂടി എല്ലാം കൂടി അങ്ങ് ഇരിക്കണതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ രാത്രിയിലും വന്ന് നല്ലൊരു സർവത്ത് കുടിച്ചാൽ ബേഷ്. ആ സമയത്ത് നല്ല കാറ്റുണ്ടാവും. ഈവനിങ് സമയം തൊട്ട് നല്ല കാറ്റുണ്ട്, നല്ലൊരു അന്തരീക്ഷമാണ്. എന്തായാലും കലക്കി. ഞാൻ കുളിസർവത്തങ്ങ് അടിച്ചിട്ട് അപ്പുറത്തേക്കും പോയി. അവിടെ നിന്ന് അടിച്ചിട്ട് നമ്മളിങ്ങനെ കൂടുതൽ നമ്മുടെ വെള്ളം കൂടുതലുള്ള ഈ ഫുഡ്, ഈ ജ്യൂസസ് ഇങ്ങനെ തപ്പി ഇറങ്ങിയേക്കണം. അപ്പോൾ കുടിച്ചിട്ട് അപ്പുറത്തോട്ട്. അപ്പോൾ താങ്ക് യു നമ്മുടെ ജ്യൂസ്.